വഞ്ചന എന്ന് പറയുന്നത് താൻ ഏറ്റവും ഏറെ സ്നേഹിച്ചിരുന്ന, തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന, തനിക്ക് സേഫ്റ്റി ഫീൽ തരേണ്ടുന്ന, തന്നെ എല്ലായ്പ്പോഴും ടേക്ക് കെയർ ചെയ്യേണ്ടുന്ന, തന്നെ സ്നേഹിക്കേണ്ടുന്ന, തനിക്കും ആ പിന്തുണകളെല്ലാം തരേണ്ടുന്ന ആ വ്യക്തിയാണ് തന്നെ വഞ്ചിച്ചത്. വഞ്ചന എന്ന് പറയുന്നത് വാക്കല്ല. അയാളെ സംബന്ധിച്ചൊരു വലിയ ട്രോമയാണ്. ഈ ജീവിതത്തിൽ ഒരു വലിയ ഒറ്റപ്പെടലിലേക്ക് എത്തിപ്പെടുന്നൊരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു എന്ന് ഇയാൾക്ക് അറിയേണ്ടതുണ്ട്. അയാളുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഈ ചിന്തകൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് തൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും വിധം ഈ പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് തൻ്റെ തെറ്റാണോ മറ്റേയാളുടെ തെറ്റാണോ എന്നിങ്ങനെയുള്ള പലതരം ചോദ്യങ്ങൾ അയാളുടെ ഉള്ളിൽ നിന്നിങ്ങനെ എല്ലായ്പ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കും. അയാളെ സംബന്ധിച്ച് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലായി കഴിഞ്ഞിരിക്കുന്നു. ജീവൻ മാത്രമല്ല, ജീവിതം തന്നെ അമ്പാടെ തകർന്നിരിക്കുന്നു. താൻ ഏറ്റവും പ്രതീക്ഷിച്ച ആളാണ് തന്നോടിത് ചെയ്തത്. ഇനി എനിക്ക് ആരുമില്ല, എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിലാണ് ആ ഒരു സമയം അയാൾ അതിനെ കാണുന്നത്. ആ സാഹചര്യത്തിൽ അയാൾ എല്ലായ്പ്പോഴും നിരന്തരമായി തന്നോടിത് ചെയ്ത പങ്കാളിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാരണം എന്തുകൊണ്ടിത് ചെയ്തു, എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് അയാളുടെ ബുദ്ധിയൊക്കെ വളരെ ഷാർപ്പാവും. കാരണം ഹൈപ്പർ വിജിലൻ്റ് ആവും. ഹൈപ്പർ വിജിലൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യും. അയാൾ പോയ ഇടങ്ങൾ, എവിടെയൊക്കെ പോയി, എന്തിനു പോയി, ഏത് ദിവസമായിരുന്നു അത്, എന്തൊക്കെ ചെയ്തു, നിങ്ങൾ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്നതടക്കം പൂർണ്ണമായി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തേടിക്കൊണ്ടിരിക്കും.